വാഗമണ്ണിലേക്ക് ഒരു വൺ ഡേ ഫാമിലി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ഒരാളാണോ നിങ്ങൾ? എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടും. മുണ്ടക്കയം കുട്ടിക്കാനം വഴി പോകുന്നതായിരിക്കും കൂടുതൽ ഭംഗിയുള്ള കാഴ്ചകൾ കാണാൻ ഉത്തമം. മുണ്ടക്കയത്തുനിന്ന് കയറുമ്പോൾ തന്നെ അതിമനോഹരമായ കോടമഞ്ഞ് വിരിച്ച മലനിരകളായിരിക്കും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. കുറച്ചുകൂടി മുകളിലോട്ട് ചെല്ലുമ്പോൾ വളരെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടം നിങ്ങൾക്ക് കാണാം. കോട്ടയം പത്തനംതിട്ട ജില്ലക്കാരാണെങ്കിൽ കാലത്ത് ഒരു 6 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. കുട്ടിക്കാനത്തു നിന്നും ഏലപ്പാറ എത്തുമ്പോഴത്തേക്കും സൂര്യോദയമായിട്ടുണ്ടാവും. അതിമനോഹരമായ ദൃശ്യങ്ങളായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. തേയിലത്തോട്ടത്തിലിറങ്ങി ഒന്ന് റിലാക്സ് ചെയ്ത് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് പെട്രോളും ഒക്കെ നിറച്ച് ഇടത്തോട്ട് തിരിഞ്ഞ് പതിയെ നേരെ വാഗമൺ അഡ്വഞ്ചർ പാർക്കിലേക്ക് എത്താം. അഡ്വഞ്ചർ പാർക്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലുതും അതിമനോഹരവുമായ കാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് ആണ്. അവിടേക്ക് കയറാനുള്ള ടിക്കറ്റ് കിട്ടണമെങ്കിൽ ആദ്യം തന്നെ ചെല്ലണം. ഞങ്ങൾ ഫസ്റ്റ് ടിക്കറ്റ് ആയതുകൊണ്ട് ഫസ്റ്റ് എൻട്രി ആയിരുന്നു, അല്ലെങ്കിൽ ടിക്കറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതിമനോഹരവും ത്രില്ലടിപ്പിക്കുന്നതുമായ അനുഭവമാണ് ഗ്ലാസ് ബ്രിഡ്ജ് നമുക്ക് നൽകുന്നത്. പിന്നീട് നിങ്ങൾക്ക് ധാരാളം അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട്. അതിൻ്റെ ലിസ്റ്റും റേറ്റുമാണ് കാണിക്കുന്നത്. പാരാഗ്ലൈഡിങ്, സ്കൈ സൈക്ലിംഗ്, സിപ്പ് ലൈന് തുടങ്ങി ധാരാളം ആക്ടിവിറ്റീസ് ഉണ്ട്. ഭാര്യയും മോനും സ്കൈ സൈക്ലിങ്ങിന് പോയിരിക്കുകയാണ്. ഞാനിവിടെ താഴെ കാത്തു നിൽക്കുകയാണ്. ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അതിമനോഹരമായ ഒരു പിക്ചർസ്ക്യൂ ലാൻഡ്സ്കേപ്പാണ് വാഗമണിലുള്ളത്. ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ട് നിന്നു. അതിന് തൊട്ടടുത്തായി ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട്. അതിന് സമീപത്തായിട്ടാണ് പല ഉയരത്തിലുള്ള ഈ പാലമുള്ളത്. പാലത്തിനപ്പുറം തടാകമാണ്. നമുക്ക് ബോട്ടിംഗ് ചെയ്യാം അവിടെ. അഡ്വഞ്ചർ പാർക്ക് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് പ്രവർത്തിക്കുന്നത്. രാവിലെ 9:30-ക്കാണ് ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ ആവുന്നത്. 250 രൂപയാണ് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് ഒരാൾക്കുള്ള ടിക്കറ്റ്. കേവലം 5 നിമിഷം മാത്രമാണ് നമ്മളെ അവിടെ നിൽക്കാൻ അനുവദിക്കുക. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് താഴെ കാണാൻ സാധിക്കുന്നത്. ആവശ്യമുള്ള ആക്ടിവിറ്റീസൊക്കെ ഒരു 2 മണിക്കൂർ കൊണ്ട് ചെയ്ത് നേരെ നമുക്ക് ഫ്ലവർ ഗാർഡനിലേക്ക് പോകാം. ഫ്ലവർ ഗാർഡൻ കണ്ടു കഴിഞ്ഞ് നേരെ നമുക്ക് അടുത്ത സ്ഥലമായിട്ടുള്ള പൈൻ ഫോറസ്റ്റിലേക്ക് പോകാം. മുതിർന്നവർക്ക് 30 രൂപയും ചെറിയ കുട്ടികൾക്ക് 15 രൂപയുമാണ് ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക്. അതിമനോഹരമായ ഒരു ഏരിയയാണ് പൈൻ ഫോറസ്റ്റ്. പൈൻ വാലിയിൽ ഏകദേശം 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും ഉത്തമം. പിന്നീട് നമുക്ക് വീണ്ടും മുൻപോട്ട് 2.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്താവുന്ന സ്ഥലമാണ് വാഗമൺ മെഡോസ് എന്ന് പറയുന്നത്. വളരെ മനോഹരമായ മൊട്ടക്കുന്നുകളാണ്. അവിടെ കുറച്ച് ഗെയിംസും ആക്ടിവിറ്റീസും ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പട്ടം പറത്താൻ പറ്റിയ ഒരു ഏരിയയാണ് ഇവിടുത്തെ എൻട്രി ടിക്കറ്റ് മുതിർന്നവർക്ക് 25 രൂപയും ചെറിയ കുട്ടികൾക്ക് 15 രൂപയുമാണ്. ഞങ്ങൾ ലഞ്ചൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ ഇരുന്നായിരുന്നു കഴിച്ചിരുന്നത്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യാം. മൊട്ടക്കുന്ന് ഒന്നുകിൽ നിങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനോ അല്ലെങ്കിൽ ലാസ്റ്റ് ഡെസ്റ്റിനേഷനോ ആക്കണം. കാരണം വലിയ വെയിലായിരിക്കും ഉച്ച സമയത്ത് അവിടെ. ഞങ്ങളൊരു 3:30യോടുകൂടി തിരികെ യാത്ര ആരംഭിച്ചു. നിങ്ങൾ ട്രക്കിംഗ് ചെയ്യുന്ന സോളോ ട്രാവലർ ആണെങ്കിൽ അഡീഷണലായി നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഇതാ: 1 തങ്ങൾപ്പാറ, 2 മുരുകൻമല. ഇത് രണ്ടും നല്ല കയറ്റമുള്ള സ്ഥലമാണ്. ചെറിയ കുട്ടികൾക്ക് പ്രയാസമായിരിക്കും. ഇത് കുരിശുമലയാണ്. ഇവിടെയൊക്കെ നന്നായിട്ട് നടന്നു കയറാനായിട്ടുണ്ട്. 4 പാലൊഴുകുംപാറ വെള്ളച്ചാട്ടം, 5 ഇൻഫിനിറ്റി പൂൾ. ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്ത് ഒരു ദിവസം കൊണ്ട് കറങ്ങി നിങ്ങൾക്ക് തിരികെ വരാം.